നമസ്കാരം. യൂട്യൂബ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചേരിചേരാ നയത്തിൽ കേന്ദ്ര സർക്കാർ വെള്ളം ചേർത്തു. മന്ത്രി മഞ്ഞളാംകുഴി അലി. അങ്ങാടിപ്പുറത്ത് വ്യാപകമായി മാലിന്യം തള്ളുന്നതായി പരാതി. തമിഴ്നാട് സ്വദേശി പളനിച്ചാമിയുടെ മൃതദേഹം പെരിന്തൽമണ്ണയിലെ കുളത്തിൽ കണ്ടെത്തി. 4 വർഷമായി പൂട്ടിക്കിടക്കുന്ന അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ വ്യവസായ എസ്റ്റേറ്റ് തുറക്കാൻ ഇനിയും നടപടിയായില്ല. ഏലംകുളത്ത് പലസ്തീൻ ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും നടന്നു. പൊന്യാംകുരിശി മാനത്തുമംഗലം ബൈപ്പാസിൽ വ്യാപക കൃഷിനാശം. ഞാൻ പാർവതി. വാർത്തകൾ വിശദമായി. ചേരിചേരാ നയത്തിൽ കേന്ദ്ര സർക്കാർ വെള്ളം ചേർത്തെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി. ഏലംകുളം പഞ്ചായത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സമിതി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു കാരണവശാലും ഇസ്രായേലിനെ നമ്മളൊന്നും അംഗീകരിച്ചിരുന്നില്ല. പക്ഷെ 1991 അതിൽ ചെറിയൊരു അപവാദം ഉണ്ടായത് റാവു നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിലാണ്. അദ്ദേഹം ആ ബന്ധത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യം ചേരിചേരാ നയമായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. ആ ചേരിചേരാ നയത്തിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തു. അങ്ങനെ ഇവിടെ കുറേശ്ശെ നമ്മുടെ ഇസ്രായേലിനോട് അടുക്കാൻ തുടങ്ങി. ഇസ്രായേലിലെ നേതാക്കന്മാർ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ നിന്ന് പല നേതാക്കന്മാരും ഇസ്രായേലിലേക്ക് പോയി. പഴയ കാലത്തൊന്നും ഒരിക്കലും സംഭവിക്കാത്തതായിരുന്നു. ഇസ്രായേലിൽ നിന്ന് നമ്മൾ കുറേശ്ശെ ആയുധങ്ങൾ വാങ്ങാൻ തുടങ്ങി. അതേ രീതിയിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ചെറിയൊരു ബന്ധം ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായി. ഇപ്പോഴാണെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദി ഗുജറാത്തിന്റെ പ്രധാന മുഖ്യമന്ത്രി ആയിരുന്ന ആ കാലഘട്ടങ്ങളിൽ തന്നെ ഇസ്രായേലുമായിട്ട് വലിയ ബന്ധം സ്ഥാപിച്ചിരുന്നു. ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ സമ്പത്ത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളത് ഗുജറാത്തിലാണ്. കൃഷി പഠിക്കാനും അതുപോലെ തന്നെ മൃഗസംരക്ഷണത്തിന്റെ ഒക്കെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഗുജറാത്തിൽ നിന്ന് ധാരാളം ആൾക്കാർ ഇസ്രായേലിലേക്ക് പോയി അവർ മടങ്ങി വന്നു. ഗുജറാത്തും ഇസ്രായേലും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയ ഉടൻ തന്നെ മറ്റുള്ള രാജ്യങ്ങളൊക്കെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ എന്ന രാഷ്ട്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചത്. അവർ കാണിക്കുന്ന അവർ തമ്മിലുള്ള ബന്ധം അത് ഇപ്പോഴും അതേ രീതിയിൽ തന്നെ തുടർന്നു പോകും. അതുകൊണ്ടാണ് ഇത്രയധികം മനുഷ്യരുടെ കൂട്ടക്കുരുതി ഉണ്ടായിട്ടും ചെറിയ ചെറിയ കുട്ടികളെ, പിഞ്ചു മക്കളെ, സ്ത്രീകളെ, ഗർഭിണികളെ, രോഗികളെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് വകവരുത്തിയിട്ടും ഇന്ത്യ രാജ്യം അതിലൊന്നും അനങ്ങാതെ ഇരിക്കുന്നത്. അങ്ങാടിപ്പുറം ടൗണിന്റെ ഹൃദയഭാഗത്ത് വ്യാപകമായി മാലിന്യം തള്ളുന്നതായി പരാതി. അധികൃതരുടെ മൂക്കിൻ തുമ്പത്താണ് ദിനേന മാലിന്യം നിക്ഷേപിക്കുന്നത്. കടകളിൽ നിന്നും മരുന്നു ഷാപ്പുകളിൽ നിന്നും തള്ളുന്ന മാലിന്യമാണ് ടൗണിൽ ദിനംപ്രതി ജനങ്ങൾ ഉപയോഗിക്കുന്ന റോഡിൽ ടാക്സി പാർക്കിന് പിന്നിൽ കുന്നുകൂടി കിടക്കുന്നത്. മഴക്കാലമായതോടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതും ഇതിൽ നിന്നും ഒഴുകുന്ന മലിനജലം പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും നാട്ടുകാർ പറയുന്നു. ക്ഷേത്രങ്ങളുടെ നഗരമായ അങ്ങാടിപ്പുറത്തിൻ്റെ ഹൃദയഭാഗത്ത് മാലിന്യം നിക്ഷേപിക്കരുതേ എന്ന ബോർഡിൻ്റെ ചോട്ടിൽ വളരെ ധിക്കാരപൂർവ്വം മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളതായി കാണുന്നത്. നിരവധി ആളുകൾ നടന്നു പോകുന്ന ഈ സ്ഥലത്ത് ഇതിലെ മാലിന്യം ഒഴുകിപ്പോയി ആളുകളുടെ മേലേക്ക് തെറിക്കുകയും ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് നടന്നു പോയത്. കാരണം ഇപ്പോൾ ഈ മഴക്കാലമായതോടുകൂടി വളരെയധികം രോഗങ്ങൾ, അതായത് പകർച്ചവ്യാധികളൊക്കെ ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഈ സമയത്ത് ഇത് കൃത്യമായി ശുചീകരിക്കാനോ അതിലുള്ളൊരു ഏർപ്പാടിനോ ഒന്നും ഗ്രാമപഞ്ചായത്തുകളൊന്നും ശ്രദ്ധിക്കാതെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇതിലൂടെയാണ് യാത്ര ചെയ്യുക ദിവസം 2 നേരം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഇത് ശുചിയാക്കി വൃത്തിയാക്കി ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കണം എന്നുള്ളൊരു ആവശ്യം ഞങ്ങളൊന്നടങ്കം അങ്ങാടിപ്പുറത്തുകാർ ആവശ്യപ്പെടുകയാണ്. മാലിന്യം തള്ളരുത് എന്നെഴുതി വെച്ച ബോർഡിനടിയിലാണ് പ്ലാസ്റ്റിക് കവറുകൾ, സിറിഞ്ചുകൾ, മദ്യക്കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ തുടങ്ങിയവ നിക്ഷേപിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതർ പലപ്പോഴും യാത്ര ചെയ്യുന്ന വഴിയിലാണ്
മാലിന്യ നിക്ഷേപം നടത്തുന്നതെന്നും ഇത് അധികൃതർ കണ്ടതായി നടിക്കുന്നില്ലെന്നും പരിസരവാസികൾ ആരോപിക്കുന്നു. പെരിന്തൽമണ്ണയിലെ പൊതുകുളത്തിൽ തമിഴ്നാട് സ്വദേശി പഴനിച്ചാമിയുടെ മൃതദേഹം കണ്ടെത്തി. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ഹോട്ടലിന്റെ പിറകുവശത്തുള്ള കുളത്തിലാണ് 45 വയസ്സ് തോന്നിക്കുന്ന തമിഴ്നാട് സ്വദേശി പഴനിച്ചാമിയുടെ മൃതദേഹം കണ്ടെത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെ കുളത്തിൽ പൊങ്ങിയ മൃതദേഹം പെരിന്തൽമണ്ണ അഡീഷണൽ SI ഗോപാലകൃഷ്ണൻ ഇൻക്വസ്റ്റ് നടത്തി. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അങ്ങാടിപ്പുറം പഞ്ചായത്തിന് കീഴിലുള്ള വ്യവസായ എസ്റ്റേറ്റ് 4 വർഷമായി പൂട്ടിക്കിടക്കുന്നത് തുറക്കാൻ ഇതുവരെയും നടപടിയായിട്ടില്ല. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ കുടിൽ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച വ്യവസായ എസ്റ്റേറ്റാണ് കഴിഞ്ഞ 4 വർഷമായി പൂട്ടിക്കിടക്കുന്നത്. കഴിഞ്ഞ LDF ഭരണകാലത്ത് ആരംഭിച്ച പദ്ധതി 1 ഏക്കർ സ്ഥലത്ത് 2 മാസക്കാലം മാത്രമാണ് ഫാക്ടറി പ്രവർത്തിച്ചത്. ആദ്യം കുട്ടികൾക്കുള്ള ബേബി ഫുഡ് ഫാക്ടറിയും പിന്നീട് സാനിറ്ററി നാപ്കിൻ ഉൽപ്പാദനവുമാണ് ആരംഭിച്ചത്. എന്നാൽ 12 വനിതകൾക്ക് പരിശീലനം നൽകിയതല്ലാതെ തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇത് ഈ പഞ്ചായത്ത് വ്യവസായ എസ്റ്റേറ്റാണെന്ന് പറഞ്ഞ 1 ഏക്കർ സ്ഥലം മേടിച്ചിട്ട് അത് കാട് പിടിച്ച് കിടക്കുക, കുരങ്ങും പട്ടിയും പൂച്ചയും വെറ്റി കിടക്കുക. അതുകൊണ്ട് അതിലൊക്കെ ഒരു മൂട് കപ്പ ഇടാനോ ഒരു മൂട് ചേമ്പ് ഇടാനോ പറ്റുകയില്ല. 29,85,000 രൂപ ഇതിന് മുടക്കാമെന്നാണ് പ്രസംഗത്തിൽ പറഞ്ഞത്. റഹീദരിയൊക്കെ മുടക്കിയാലും കൊള്ളാം, മുടക്കിയാലും കൊള്ളാം. ഈ സ്ഥാപനം ഇവിടെ ഉണ്ട്. അങ്ങാടിപ്പുറം പഞ്ചായത്ത് 19-ാം വാർഡ് തട്ടാരക്കാടിലാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ടാണ് 12 വനിതകളിൽ നിന്ന് പരിശീലനത്തിനായി 2300 രൂപ വീതം വാങ്ങിയത്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ JSSന്റെ കീഴിലാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 300 രൂപ വീതം തിരിച്ചു നൽകി ട്രെയിനിങ് നൽകിയെങ്കിലും 2 മെഷീൻ കൂടി എത്താതെ ഫാക്ടറികൾ പ്രവർത്തിക്കാനാകില്ലെന്നാണ് അധികൃതർ പറയുന്നത്. 2010-ൽ തുടക്കമിട്ട ഫാക്ടറി 2 വർഷം കൊണ്ട് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. 3 ഫേസ് കണക്ഷൻ സൗകര്യം ഉൾപ്പെടെയുള്ള ഫാക്ടറിയിൽ ഇപ്പോൾ മൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണെന്നും പരിസരവാസികൾ പറഞ്ഞു. ഏലംകുളം പഞ്ചായത്ത് പാലസ്തീൻ ഐക്യദാർഢ്യ സമിതി പലസ്തീൻ ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും നടത്തി. ഏലംകുളം പഞ്ചായത്ത് ഫലസ്തീൻ ഐക്യദാർഢ്യ സമിതി സംഘടിപ്പിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും ഏലംകുളത്ത് നടന്നു. നഗരവികസന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം നിർവഹിച്ചു. സാമ്പത്തികമായി ഇന്ത്യ രാജ്യം അത്രയൊന്നും മുമ്പിൽ നിൽക്കാത്ത രാജ്യമായിരുന്ന ആ കാലഘട്ടങ്ങളിലൊക്കെ എന്നിരുന്നാലും സാമ്പത്തികമായിട്ട് പലപ്പോഴും നമ്മൾ ഇന്ത്യ രാജ്യം പലസ്തീനിയെ സഹായിച്ചു. അവസാനമായി അവിടെ നിന്നുള്ള നേതാവ് വന്നപ്പോൾ നമ്മൾ $10 മില്യൺ അവർക്ക് വേണ്ടി നമ്മൾ സംഭാവന നൽകിയത്. അവിടെ പെടുന്ന കഷ്ടപ്പെടുന്ന പലസ്തീനികൾക്ക്, അവിടെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാൻ, രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ, ആശുപത്രിയിലേക്ക് സാധനങ്ങൾ എക്യുപ്മെന്റ് വാങ്ങാൻ വേണ്ടി $10 മില്യൺ ഇന്ത്യ രാജ്യം ആ കാലഘട്ടങ്ങൾ അവസാനമായി അവിടെ നേതാവ് വന്നപ്പോൾ നമ്മൾ $10 മില്യൺ കൊടുത്തത്. ചടങ്ങിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ സമിതി ചെയർമാൻ മാടാല ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. PK കേശവൻ, ഉമർ വലിയതൊടി, PP വാസുദേവൻ മാസ്റ്റർ, KP പുരുഷോത്തമൻ നമ്പൂതിരി, PK ഹംസ, സുകുമാരൻ, T ഹുസൻകുട്ടി, അഡ്വക്കേറ്റ് ശങ്കരൻ, നാലകത്ത് ഷൗക്കത്ത് അലി, VP അബൂബക്കർ, N മുഹമ്മദ് അലി, വീരാൻ ഫൈസി പുന്നശ്ശേരി, ഹംസ ഹാജി എന്നിവർ സംസാരിച്ചു. E ശങ്കരനാരായണൻ മാസ്റ്റർ ഗസ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഏലംകുളം പള്ളിപ്പടി മുതൽ ഏലംകുളം റെയിൽവേ ഗേറ്റ് വരെ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി നടന്നു. 100-ൽ പരം ആളുകൾ പ്രകടനത്തിൽ പങ്കെടുത്തു. പൊന്നാകുറിശി മാനത്തമംഗലം ബൈപ്പാസിനോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടത്തിൽ 2000-ലധികം വാഴകൾ നാശത്തിന്റെ വക്കിൽ. തോരക്കാട്ടിൽ അബ്ദുൽ ഗഫൂറിന്റെ തോട്ടത്തിലാണ് വാഴകൾ വെള്ളത്തിൽ നിൽക്കുന്നത്. പൊന്നാകുറിശി മാനത്തമംഗലം ബൈപ്പാസിനോട് ചേർന്ന കൃഷിയിടത്തിലെ അബ്ദുൽ ഗഫൂറിന്റെ 2000-ലധികം വാഴകൾ നാശത്തിന്റെ വക്കിൽ. മഴ കനത്തതോടെ വാഴകൾ വെള്ളത്തിനടിയിലായി. വെള്ളത്തിൽ നിൽക്കുന്ന വാഴകളുടെ കുടം ചീഞ്ഞ വാഴകൾ നശിക്കും. 2000-ലധികം വാഴകളാണ് വെള്ളത്തിൽ മരണം കാത്തിരിക്കുന്നത്. 14 വർഷമായി വാഴക്കൃഷി നടത്തുന്ന അബ്ദുൽ ഗഫൂറിന്റെ വാഴത്തോട്ടത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം കയറുന്നത്. ബൈപ്പാസ് റോഡ് വന്നതോടെ വെള്ളത്തിന് പറന്നൊഴുകി പോകാനുള്ള ഇടം ഇല്ലാതെയായി. 14 വർഷമായിട്ട് നമ്മളിപ്പോൾ ഈ വാഴക്കൃഷി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്ര അധികം വെള്ളം നമ്മൾ വന്നിട്ട് ഇത്ര ഉണ്ടായിട്ടില്ല. നമ്മളിവിടെ വരുമ്പോൾ ഫസ്റ്റിൽ വരുമ്പോൾ 100-110 രൂപയാണ് കൂലി കൊടുക്കുന്നത്. ഇപ്പോൾ അത് 500-600 രൂപകളായിട്ടാണ് വരുന്നത്. രാസവളത്തിനാണെങ്കിൽ കൂടുതൽ വിലയുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു 2000-ലധികം വാഴകളിവിടെ വെച്ച് ഇതായിട്ടുണ്ട്.
നമ്മൾ ഈ ബൈപ്പാസ് വന്നതിന് ശേഷമാണ് ഇത്ര വലിയൊരു വെള്ളം ഇവിടെ കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിത് ഈ വായിലൊന്നും ഇറങ്ങി നോക്കാനും കൂടിയും കഴിയുന്നില്ല. ബൈപ്പാസ് വരുന്നതിന് മുമ്പ് ഇത്ര വലിയൊരു വെള്ളത്തിൻ്റെ ശക്തി ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും ദുരിതത്തിൽ വരുന്നത്. ഇത്രയും വാഴകൾ നശിക്കുന്നതോടെ 3 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം വരുമെന്നാണ് അബ്ദുൽ ഗഫൂർ പറയുന്നത്. അതിൽ നിന്ന് കൃഷി ഓഫീസർമാരോ മറ്റോ കഴിഞ്ഞെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും അതിൽ നിന്ന് നമുക്ക് കിട്ടുകയുള്ളൂ. അതാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കൃഷി ഓഫീസിൽ അപേക്ഷകളും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അക്ബറിനെ കാണാതായിട്ട് 5 ദിവസം പിന്നിടുന്നു. തേക്കിൻകോട് സ്വദേശിയായ ഇദ്ദേഹം മാനസിക രോഗിയാണ്. പെരിന്തൽമണ്ണ ജൂബിലി റോഡ് തേക്കിൻകോട് സ്വദേശി ചെക്കാലിപ്പറമ്പിൽ അക്ബറിനെ കാണാതായത് ചെറിയ പെരുന്നാളിന്റെ പിറ്റേന്നാണ്. അക്ബറിന്റെ തിരോധാനം നാട്ടുകാരുടെ സ്വസ്ഥത കെടുത്തുന്നു. വീട്ടിലും അയൽ വീടുകളിലും ജൂബിലി റോഡിലെ കടകളിലുമായി സമയം ചെലവഴിക്കുന്ന അക്ബറിന് പരാശ്രയം കൂടാതെ ജീവിക്കാനാവില്ല. അക്ബറിനെ തേടി സഹോദരൻ കുഞ്ഞാപ്പ അയൽ പട്ടണങ്ങളിലെല്ലാം അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താനായിട്ടില്ല. പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആൾക്കെത്ര വയസ്സുണ്ട്? 35 വയസ്സുണ്ട്. എന്താണ് കാണാതായത്? 31 തീയതി. എത്ര മണിക്കാ? 11:30 മണിക്ക്. എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടതായിട്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? ആ ബസ്തേര് പറഞ്ഞു, TVR ബസ്തേര് പറഞ്ഞു. പിന്നെ ഞങ്ങളിവിടെ ഇറക്കിയത് പഴയ പുതിയ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ആ സ്റ്റാൻഡിൽ ഇറക്കിയത്. എവിടെ 12 ഉറുപ്പ്യ ഉണ്ടായിരുന്നു. 12 ഉറുപ്പ്യ ഉണ്ടായപ്പോൾ അത് കൊടുത്തിട്ട് അതിലിറക്കി ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോയി. എവിടെ ഇറങ്ങിയത്? മഞ്ചേരി. TVR നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ലേ? കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. എവിടേക്ക് അന്വേഷിച്ചത്? പിന്നെ വളാഞ്ചേരി, കോട്ടക്കല്, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം, പിന്നെ ഓണപ്പാടത്ത് അതൊക്കെ അന്വേഷിച്ചു. കോട്ടക്കലും ഇവരൊന്നും കിട്ടിയില്ല. ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണം SNDP യൂണിയൻ. മേൽപ്പാലത്തോടു കൂടിയ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് നിർമ്മിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പെരിന്തൽമണ്ണ SNDP യൂണിയൻ കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. യൂണിയൻ പ്രസിഡന്റ് പാറക്കോട്ടിൽ ഉണ്ണി അധ്യക്ഷം വഹിച്ചു. യൂണിയൻ സെക്രട്ടറി പാമ്പലത്ത് മണി, ഡയറക്ടർ P വിശ്വനാഥൻ, കൗൺസിലർമാരായ വാസു കോതറായിൽ, N അപ്പുണ്ണി, M അജിത് കുമാർ, വനിതാ സംഘം പ്രസിഡന്റ് A ഉഷാ ബേബി, സെക്രട്ടറി PK പ്രസന്നകുമാരി എന്നിവർ പ്രസംഗിച്ചു. ട്രെയിനുകളിലെ ഭക്ഷണത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇനി ട്രെയിനുകളിൽ സ്വകാര്യ കമ്പനികൾ ഭക്ഷണം വിളമ്പും. ട്രെയിനുകളിൽ ഇനി സ്വകാര്യ കമ്പനികൾ ഭക്ഷണം വിതരണം ചെയ്യും. പ്രീ കുക്ക് ഫുഡ് തിരഞ്ഞെടുത്ത 6 ട്രെയിനുകളിൽ ഈ മാസം വിളമ്പി തുടങ്ങും. രാജധാനി, തുരന്തോ, ശതാബ്ദി തുടങ്ങിയ ഉൾപ്പെടെയുള്ള ട്രെയിനുകളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കുന്നത്. പാക്കറ്റിലാക്കിയ ഭക്ഷണം മൈക്രോവേവ് ഓവനിൽ ചൂടാക്കിയൊക്കെ നൽകുക. ചിക്കൻ ചെട്ടിനാട്, ഹൈദരാബാദ് ബിരിയാണി, രാജ്മ ചാവൽ, സാമ്പാർ റൈസ് തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ ലഭിക്കുക. ഒരാഴ്ചത്തേക്കാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത ട്രെയിനുകളിൽ ഭക്ഷണം നൽകുക. യാത്രക്കാരുടെ പ്രതികരണം കൂടി വിലയിരുത്തിയ ശേഷം മറ്റ് ട്രെയിനുകളിലേക്കും വ്യാപിപ്പിക്കാനാണ് റെയിൽവേയുടെ തീരുമാനം. നിരക്കുകൾ ഇതേവരെ തയ്യാറാക്കിയിട്ടില്ല. ട്രെയിനുകളിൽ ലഭിക്കുന്ന ഭക്ഷണം സംബന്ധിച്ച് പരാതികൾ തത്സമയം രജിസ്റ്റർ ചെയ്യാൻ ഫോൺ സംവിധാനം റെയിൽവേ ആരംഭിക്കുന്നുണ്ട്. റെയിൽവേ നിശ്ചയിക്കുന്ന ഗുണനിലവാരം ഭക്ഷണ സാധനങ്ങൾക്കില്ലെങ്കിൽ യാത്രക്കാർക്ക് പരാതിപ്പെടാം. പയ്യനാട് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ അക്കാദമി തുടങ്ങാൻ വേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. പയ്യനാട് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ അക്കാദമി തുടങ്ങുന്നതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ സർക്കാർ നിർദ്ദേശം. അക്കാദമിയുടെ പ്രവർത്തനത്തിന് 50 ലക്ഷത്തോളം രൂപ പ്രതിവർഷം ചെലവ് വരുമെന്നാണ് പ്രാഥമിക നിഗമനം. നേരത്തെ സ്പോർട്സ് കൗൺസിൽ സമർപ്പിച്ച പദ്ധതി പരിശോധിച്ച ശേഷമാണ് അക്കാദമിക്ക് വരുന്ന ചെലവ് കണക്കാക്കാൻ ആവശ്യപ്പെട്ടത്. 30 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം നൽകുക. ഇവരുടെ താമസം, ഭക്ഷണം എന്നിവയുടെ ചെലവ് കൂടാതെ പരിശീലകർ, പാചകക്കാർ, ഓഫീസ് ജീവനക്കാർ, ഹോസ്റ്റൽ വാർഡർമാർ എന്നിവരുടെ ശമ്പളവും മറ്റും കണക്കാക്കേണ്ടി വരും. ഈ വർഷം തന്നെ അക്കാദമി തുടങ്ങാനാണ് നീക്കം. സ്റ്റേഡിയത്തിൽ ഇനിയും നിരവധി പണികൾ പൂർത്തിയാക്കാനുണ്ട്. പവലിയൻ, ടർഫിംഗ്, ഫ്ലഡ് ലൈറ്റ്, ചുറ്റുവേലി നിർമ്മിക്കൽ തുടങ്ങിയവ ബാക്കി നിൽക്കുന്ന പണികളാണ്. നേരത്തെ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതിനിധികൾ പയ്യനാട് സ്റ്റേഡിയം സന്ദർശിക്കും. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതിനിധികൾ പയ്യനാട് സ്റ്റേഡിയം സന്ദർശിക്കും. ഹോക്കി, ബേസ്ബോൾ, സോഫ്റ്റ് ബോൾ തുടങ്ങിയവയ്ക്കും മൈതാനം ഉപയോഗപ്പെടുത്താം. പച്ചക്കറി വില മേലോട്ട് തന്നെ. ദിവസം തോറും പച്ചക്കറി വില കുതിക്കുകയാണ്. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ കാര്യമായി ഒന്നും ചെയ്യാനാകാതെ ഉഴലുന്ന സർക്കാരിന്റെ നയങ്ങളിൽ ദുരിതത്തിലാകുന്നത് സാധാരണക്കാരന്റെ ജീവിതമാണ്.
പെരുന്നാൾ ദിനത്തിൽ കുത്തനെ കൂടിയ വിലയിൽ നിന്ന് അല്പം കുറവ് വന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 4 മാസത്തെ വില നിലവാരം വെച്ച് നോക്കുമ്പോൾ വീണ്ടും വില കുതിക്കുക തന്നെയാണ്. മഴ കനത്തതോടെയാണ് വില കുതിച്ചുയരാൻ തുടങ്ങിയത്. പച്ചക്കറികളുടെ ഉൽപ്പാദനം കുറയുന്നതിനാൽ വിപണിയിൽ സാധനം കിട്ടാതെ വന്നതാണ് വില ഉയരാൻ കാരണം. കയ്പ, വെള്ളരി, മത്തൻ, പടവലം എന്നിവ കിട്ടാനേ ഇല്ലെന്ന് കച്ചവടക്കാർ പറയുന്നു. കയ്പ 40, കിഴങ്ങ് 30, തക്കാളി 36, മുളക് 60, ക്യാരറ്റ് 50, ബീൻസ് 30 എന്നിങ്ങനെയാണ് ഇന്നത്തെ പെരിന്തൽമണ്ണയിലെ വിലകൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേരിചേരാ നയത്തിൽ കേന്ദ്ര സർക്കാർ വെള്ളം ചേർത്തു. മന്ത്രി മഞ്ഞളാംകുഴി അലി. അങ്ങാടിപ്പുറത്ത് വ്യാപകമായി മാലിന്യം തള്ളുന്നതായി പരാതി. തമിഴ്നാട് സ്വദേശി പഴനിച്ചാമിയുടെ മൃതദേഹം പെരിന്തൽമണ്ണയിലെ കുളത്തിൽ കണ്ടെത്തി. 4 വർഷമായി പൂട്ടിക്കിടക്കുന്ന അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ വ്യവസായ എസ്റ്റേറ്റ് തുറക്കാൻ ഇനിയും നടപടിയായില്ല. ഏലംകുളത്ത് പലസ്തീൻ ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും നടന്നു. പൊന്യാംകുരിശി മാനത്തുമംഗലം ബൈപ്പാസിൽ വ്യാപക കൃഷിനാശം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.